പാലക്കാട് തൃത്താലയിലെ കോൺഗ്രസ് പോരിൽ ഇടപെട്ട സംസ്ഥാന നേതൃത്വം പരസ്യപ്രതികരണം വേണ്ടെന്ന് VT ബൽറാമിനും CV ബാലചന്ദ്രനും മുന്നറിയിപ്പ് നൽകി. അനാവശ്യ വിവാദം ഉണ്ടാക്കി പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കരുത് എന്നും നേതൃത്വം പറഞ്ഞു. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, തൃത്താലയിലെ കോൺഗ്രസ് പോരിൽ ഇപ്പോൾ നേതാക്കൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബൽറാമിനും ബാലചന്ദ്രനും ഒക്കെ മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഈ തൃത്താലയിൽ കോൺഗ്രസിനകത്തുള്ള പോര് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ KPCC അംഗമായ CV ബാലചന്ദ്രൻ VT ബലറാം എന്ന തൃത്താലയിലെ മുൻ MLA-ക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ആദ്യം ഉന്നയിച്ചിരുന്നത്. ഈ ബലറാം വലിയ അഹങ്കാരിയാണെന്നും ബലറാമിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയാണ് തൃത്താലയിൽ കോൺഗ്രസിനെ അടിപതറാൻ കാരണമായത് എന്നൊക്കെയായിരുന്നു അദ്ദേഹം വിമർശനമായിട്ട് ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെ ഈ CV ബാലചന്ദ്രന്റെ കൂടെ നിന്ന ഒരു ചിത്രം പങ്കുവച്ചതിന് യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെ സൈബർ ആക്രമണം ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ടായി. തുടർന്ന് കഴിഞ്ഞ ദിവസം VT ബലറാം മറ്റൊരു പൊതുപരിപാടിയിൽ CV ബാലചന്ദ്രന് എതിരെ സംസാരിക്കുന്ന ഒരു സ്ഥിതിയും ഒക്കെ ഉണ്ടായി. അങ്ങനെ വാക്പോരുകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പോര് മുറുകുന്ന ഒരു സ്ഥിതി തൃത്താലയിലെ കോൺഗ്രസിൽ തുടരുന്നതിനിടെയാണ് തർക്കം പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടത്. പരസ്യ പ്രതികരണം വേണ്ടെന്നും ഇരു നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തൃത്താല കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടിയുടെ സാധ്യത ഇല്ലാതാക്കരുത് എന്നൊക്കെയാണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ പോരടിക്കുന്ന ഇരു നേതാക്കളിൽ ചിലർ CPM പാളയത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. തൃത്താലയിലെ കോൺഗ്രസ് പോരിൽ നേതാക്കൾക്ക് തലവേദനയാണ്. പരസ്യ പ്രതികരണം വേണ്ട എന്നിപ്പോൾ VT ബൽറാമിനും CV ബാലചന്ദ്രനും മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്ന സാഹചര്യം പോലും ഉടലെടുത്തു. അനാവശ്യ വിവാദമുണ്ടാക്കി പാർട്ടിയുടെ വിജയ സാധ്യത ഇല്ലാതാക്കരുത് എന്നാണ് നേതൃത്വം പറയുന്നത്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന്